ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇല, വാഴപ്പഴം, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, വാഴക്കല്ല എന്നിങ്ങനെ ഉപയോഗമില്ലാത്തത് ഒന്നുമില്ല. വാഴക്കൂമ്പിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. വിറ്റാമിനുകളുടെ കലവറ തന്നെയാണ് വാഴക്കൂമ്പ്. വൈറ്റമിൻ എ, സി, വൈറ്റമിൻ ഇ, അതുപോലെ പൊട്ടാസ്യം, ഫൈബർ, ഇതൊന്നും കൂടാതെ നിരവധി ധാതുക്കളും അടങ്ങിയ ഒന്നാണ് വാഴക്കൂമ്പ്. വാഴക്കൂമ്പ് കറി വെച്ച് കൂട്ടുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏറെ നല്ലതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാൽ മാനസിക സമ്മർദ്ദങ്ങളെ തടുക്കാനും വാഴക്കൂമ്പിന് കഴിയുന്നുണ്ട്. കുട്ടികളുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ വാഴക്കൂമ്പ് ഉൾപ്പെടുത്തണം. ഇനി വീട്ടിലില്ല എങ്കിൽ കടയിൽ നിന്ന് പോലും വാങ്ങി തോരനുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. രക്തത്തിലെ മോശം കൊഴുപ്പുകളെ പുറന്തള്ളി ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വാഴക്കൂമ്പ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ചെറുപ്രായത്തിലെ വാർദ്ധക്യം വാഴക്കൂമ്പ് കൊണ്ടുള്ള കറികൾ സഹായിക്കും. എല്ലാത്തിനും ഉപരിയായി ആന്റി ഓക്സിഡന്റുകൾ പ്രദാനം ചെയ്യുന്നതിനാൽ ക്യാൻസറിനെ ചെറുക്കാൻ പോലും വാഴക്കൂമ്പിന് ശക്തിയുണ്ട്.